പെൺവീർ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് വടകര മണ്ഡലത്തിലാണ്. പെൺവീറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണല്ലോ ശൈലജ ടീച്ചർ. അപ്പോൾ ശൈലജ ടീച്ചർക്കൊപ്പം അല്പസമയമാണ് നമ്മൾ ആലോചിക്കുന്നത്. ടീച്ചർ ഇപ്പോൾ പ്രചാരണത്തിനിടയിലാണ്. അതെ, പ്രചാരണം ടീച്ചറാണ് ആദ്യം തുടങ്ങിയത്. അതെ. ഇപ്പോൾ എതിരാളികൾ എന്ന് പറഞ്ഞപ്പോൾ മുഖം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുരളീധരനാണെന്ന് വിചാരിച്ചു, ഇപ്പോൾ ഷാഫി ലാൻഡ് ചെയ്തു. എതിരാളികൾ മാറുന്ന ഏതെങ്കിലും രൂപത്തിൽ ബാധിക്കുന്നുണ്ടോ ഈ ഇത്രയും ദിവസമുള്ള പ്രചാരണത്തിൽ? ടീച്ചറുടെ ഒരു അനുഭവം എങ്ങനെയാണ്? ഇല്ല, തുടക്കം മുതലേ എന്നോട് പലരും ചോദിച്ച ചോദ്യം നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ എതിരാളികൾ ആരാൻ ചിന്തിക്കുന്നില്ല. ആ സ്ഥാനത്ത് ആരോ വരട്ടെ. ഇനിയിപ്പോൾ ഷാഫി മാറി പുതിയ ഒരാളെ കൊണ്ടുവന്നാലും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊളിറ്റിക്സ്, ഈ മണ്ഡലത്തിൻ്റെ വികസനം, നമ്മുടെ നാടിൻ്റെ സുരക്ഷിതത്വം, ഈ കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. കൂട്ടത്തിൽ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, അതാണ്. അതിപ്പോൾ എതിരാളി ആരായാലും ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഇപ്പോൾ ഇത്ര ദിവസം ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ഇപ്പം സഖാക്കൾ നേരത്തെയുള്ള സഖാക്കൾ പലപ്പോഴും നിലപാട് മാറ്റുകയായിരുന്നല്ലോ TP സംഭവത്തിന് ശേഷം. അപ്പോൾ അതിൻ്റെ ആ മുറിവ് ഉണങ്ങിയെന്നും ആളുകൾ പാർട്ടിയിലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്നുള്ള ഒരു ഫീൽ ഉണ്ടോ ടീച്ചർക്ക്? അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞങ്ങളെല്ലാം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ കോടതിയുടെ മുമ്പാകെയാണ് ആ പ്രശ്നമുള്ളത്. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. കോടതി വിധി എന്തായാലും അംഗീകരിക്കുക എന്നുള്ളതാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആരാണ് അതിലെ ഉത്തരവാദികൾ അതൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. അതെല്ലാം കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നാൽ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു വിഷയം മാത്രം തിരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണത്തിനുള്ള ആയുധമാക്കും എന്ന് തോന്നുന്നില്ല ജനങ്ങൾ. കാരണം ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ പല ഭാഗത്തും പല രീതിയിലുണ്ടായിട്ടുണ്ട്. അത് എല്ലാം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നതല്ല. അത്തരം സംഭവം ഉണ്ടായാൽ അതില്ലാതിരിക്കാൻ പരിശ്രമിക്കുക, അതിലെ കുറ്റവാളികളെ ശിക്ഷിക്കുക. വടകര നിയോജക മണ്ഡലത്തിൽ ഞാൻ 2 തവണ ഏകദേശം മിക്കവാറും പ്രദേശങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എവിടെയും അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതാത് കാലത്ത് പറ്റിപ്പോയ തെറ്റുകൾ അത് പാർട്ടികൾ ഏറ്റു പറഞ്ഞിട്ട് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പം അടിയന്തരാവസ്ഥ ഏറ്റവും മോശമായൊരു സാഹചര്യമായിരുന്നല്ലോ. അത് അങ്ങനെയൊന്നും സംഭവിച്ചു പോയതാണ്, അത് കോൺഗ്രസിന് പറ്റിയ വീഴ്ചയാണ് എന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. നേരത്തെ പറ്റിയ തെറ്റുകൾ അത് ഏറ്റുപറയുക എന്നുള്ളത് പാർട്ടിക്കുള്ള സ്വീകാര്യത കൂട്ടിയല്ലേ ചെയ്യും. ആ രൂപത്തിൽ TP വിഷയത്തെ CPM കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറയപ്പോൾ ടീച്ചർ പറഞ്ഞു ദൗർഭാഗ്യകരമായ സംഭവമാണ്. സമാനമായ സംഭവങ്ങൾ പാർട്ടിയിലെ നേതാക്കൾക്കും സംഭവിച്ചിട്ടുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇത് വലിയ രൂപത്തിൽ ഒരു മുറിവായ സാഹചര്യത്തിൽ അത് പറ്റിപ്പോയൊരു തെറ്റാണെന്നും ഇനി അങ്ങനെ സംഭവിക്കില്ല എന്നും പറയുമ്പോൾ കുറച്ചുകൂടി പാർട്ടിയോട് ആഭിമുഖ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സുള്ളവർക്ക് അത് കുറച്ചുകൂടെ ഒരു സ്വീകാര്യമായൊരു മറുപടി ആയിരിക്കും. അല്ല സ്മൃതി, അതെങ്ങനെയാണ് അങ്ങനെ പറയുക? ഇപ്പം പാർട്ടി ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ള ആരോപണം കോടതി തന്നെ നിഷേധിച്ചല്ലോ. രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് കോടതി പറയുകയും പ്രതികളിൽ പലരും പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ളവരാണ്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ഗൂഢാലോചന നടത്തി എന്നുള്ളത് കോടതി പോലും അതല്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നമ്മളെങ്ങനെയാണ് അങ്ങനെ പറയുക? അതുകൊണ്ട് ആ വിഷയം ആ രീതിയിൽ ചർച്ച ചെയ്യേണ്ട. ആ വിഷയം ഞങ്ങൾ പറഞ്ഞതാണ്. അത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ പറഞ്ഞിട്ടുള്ള അതേ അഭിപ്രായം തന്നെയാണ്. അതിൽ മറ്റൊരു രീതിയിൽ അതിനെ ട്വിസ്റ്റ് ചെയ്ത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട യാതൊരു കാര്യവും ഈ അവസരത്തിൽ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റ് ഇലക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന കാര്യവും നമ്മുടെ നിയോജക മണ്ഡലത്തെ സംബന്ധിക്കുന്ന കാര്യവുമാണ്. അതാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. മറ്റൊന്നും പറയാനില്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരേ വിഷയം തന്നെ പറഞ്ഞുകൊണ്ട്. ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയാം. അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ജനങ്ങളുടെ ജീവിത പ്രശ്നവും നാടിൻ്റെ വികസനവും എല്ലാമാണ് എന്നുള്ളത് അതിനോടെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ സജീവ വനിതാ മുഖമാണ്. ഇപ്പോൾ വനിതാ സംവരണം എന്നൊരു കാര്യം നിയമമായി നടപ്പാവുന്നതിനുള്ള വർഷം 2029 അതിനു മുന്നേ പ്രഖ്യാപിക്കുന്നതൊക്കെ രാഷ്ട്രീയമാണ്, BJPയുടെ രാഷ്ട്രീയമാണ് എന്നൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട വാദമാണ്. അത് ശരിയുമാണ്. പക്ഷേ വനിതാ സംവരണം എന്നുള്ള കാര്യം പാർലമെന്റിൽ എത്തുകയും അത് പാസ്സാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളുന്നു എന്നത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അതിലൊരു മാറ്റം പാർട്ടികൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പോൾ ടീച്ചറാണെങ്കിലും ഇപ്പോൾ പെൺ മെമ്മോറിയലിനൊക്കെ ഒപ്പിട്ട് കൊടുത്തു, തുല്യ പ്രാതിനിധ്യം അല്ലേ? CPM അതിനെ അനുകൂലിക്കുന്നുമുണ്ട്. MA ബേബി പോലുള്ള നേതാക്കളൊക്കെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒപ്പിടുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നോക്കൂ, CPMൽ എത്ര പേരുണ്ട്?
വനിതാ സ്ഥാനാർത്ഥികളായി. അതായത് CPI സംബന്ധിച്ച് 4 പേരേ ഉള്ളൂ ആകെ, അതിലൊരാൾക്ക് കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ പാർട്ടിയുടെ വലിപ്പം അനുസരിച്ച് നമ്മളിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ എടുക്കും 3 പേര് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. 20 പാർലമെന്റ് മണ്ഡലമാണല്ലോ ഉള്ളത്. 20-ൽ 3 പേര് LDFന് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. UDFന് അതില്ല, ഒരാൾ മാത്രമല്ലേ അവർക്ക് സ്ഥാനാർത്ഥിയായിട്ട് വന്നുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രാതിനിധ്യം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് ഈ പാർലമെൻറ്റ് ഇലക്ഷനിലും തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പം വനിതാ സംവരണ ബിൽ BJP പാസ്സാക്കിയെങ്കിലും അത് 2024 ഇലക്ഷനിൽ അത് പ്രയോഗത്തിൽ വരുത്തില്ല എന്ന് പറയുന്നത് അവരതൊരു ആത്മാർത്ഥതയോടെ അല്ല പാസ്സാക്കിയെന്നുള്ളതാണ്. പിന്നെ സ്മൃതിയോട് ഞാനൊരു കാര്യം പറയാം. സംവരണം വന്നാൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ നിലയിൽ സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കുമ്പോൾ ഇടപെടാൻ പറ്റുള്ളൂ. അത് പിന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കണ്ടു. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 33% വന്നപ്പോൾ അത് 50% മേലെ വന്നുണ്ട്. അതിൽ പിന്നെ അങ്ങനെ ഒരു നിർബന്ധമായിട്ട് അതൊരു സെൻസസ് ഒന്നും ഒരു ഘടകമായിരുന്നില്ലല്ലോ. ഇപ്പോൾ സെൻസസ് കഴിഞ്ഞിട്ട് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ അതിലൊരു കാര്യമായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ടായിട്ടൊക്കെ പറയുന്നത്. അതെ അതെ. പക്ഷെ നോക്കൂ, നമുക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് അല്ലേ? കേരളത്തെ സംബന്ധിച്ചായാലും അതെ അതെ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത്. അതെ. അപ്പോൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ സ്ത്രീ വോട്ടർമാർ വേണം. പക്ഷേ സ്ഥാനാർത്ഥികളായി സ്ത്രീകൾ കുറവ്. എന്തൊരു ആവശ്യത്തിലാണ് ഓരോ പെൺകുട്ടികൾ. ഇടയ്ക്ക് മിണ്ടരുത്, ഞാനിവിടെ കൊണ്ടിരിക്കുകയാണ്. ശരി മോളെ. അപ്പോൾ എല്ലാവരോടും പറയും മോളെ. ഓക്കെ ഓക്കെ. ഇത്രയും വോട്ടർമാർ സ്ത്രീകൾ ഏറ്റവും കൂടുതലായിട്ട് പോലും സ്ഥാനാർത്ഥികളുടെ എണ്ണം വരുമ്പോൾ അത് കുറയുകയാണല്ലോ. അതെ. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വന്നാലല്ലേ യഥാർത്ഥത്തിൽ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലായാലും പുരുഷ നേതാക്കൾ തീരുമാനിക്കണം. പാർട്ടി തലപ്പത്തേക്കൊക്കെ ഒരു സ്ത്രീ എത്തുന്ന ഒരു CPM ഒരു വനിതാ പാർട്ടി സെക്രട്ടറി ഒക്കെ ഉണ്ടാവുന്ന കാലം ഇനി എത്ര കാലം കാക്കണം? അതൊക്കെ വരും. നമ്മൾ സ്ഥിതി അത് യാന്ത്രികമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. സ്ത്രീകൾ കുറേ കാലമായിട്ട് പിന്തള്ളപ്പെട്ടു ആയതുകൊണ്ട് ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരാനുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. മാത്രമല്ല പിന്നെ ഒരു ഇന്നത്തെ സമൂഹത്തിനകത്ത് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായി സ്ത്രീകൾ മുക്തരാകുന്നുമില്ല. ആ ഫ്യൂഡൽ സമൂഹ ഗതി അതുപോലെ തന്നെ നിൽക്കുകയാണ്. കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഒരു പാർട്ടിക്കകത്തുള്ളൊരു സെക്രട്ടറി സ്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ രാത്രി വരെയൊക്കെ വർക്ക് ചെയ്യേണ്ടതാണ്. രാത്രി പുറത്തിറങ്ങാൻ സ്ത്രീകൾക്ക് മതിയായിട്ടല്ല. പക്ഷേ ഈ വലിയ ഉത്തരവാദിത്വത്തിൻ്റെ സെക്രട്ടറി സ്ഥാനമൊക്കെ വരുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ മാറി നിൽക്കുന്നൊരവസ്ഥ വരുന്നുണ്ട്. അത് ബോധപൂർവം ഇടപെട്ട് പരിഹരിക്കാൻ CPM ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ നമ്മൾ 2500-ലേറെ ബ്രാഞ്ച് സെക്രട്ടറിമാർ സ്ത്രീകളാണ്. സാധാരണ അങ്ങനെ വരാറില്ല. ബ്രാഞ്ചിൽ അംഗമാവും, ബ്രാഞ്ച് സെക്രട്ടറി ആവാൻ പറയുമ്പം അയ്യോ എന്നെ മാറ്റി നിർത്തണം എന്ന് സ്ത്രീകൾ തന്നെ പറയും. പക്ഷേ നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് വന്നു. കുറേയേറെ ലോക്കൽ സെക്രട്ടറികൾ ഇപ്പോൾ സ്ത്രീകളാണ് സെക്രട്ടറിമാർ. ഏരിയ സെക്രട്ടറിമാരുണ്ട് സ്ത്രീകൾക്കിപ്പോൾ. ആ രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സമയമെടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ സ്ത്രീകൾ വളർന്നു വരുമ്പോൾ അങ്ങനെ ഒരു ആവശ്യകതയുടെ ഭാഗമായിട്ട് പാർട്ടി സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് വേറെ അധികാരത്തിൻ്റെ ഒരു വേദിയല്ല. പാർട്ടി കമ്മിറ്റിയിൽ സെക്രട്ടറി ആയാലും മെമ്പർ ആയാലും ഇരുന്ന് ചർച്ച ചെയ്യാം. പിന്നെ മറ്റൊന്ന്, ഇത് പുരുഷന്മാർ മാത്രം തീരുമാനിക്കുന്ന രീതി CPM-ലില്ല. കാരണം ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ സ്ത്രീകളുണ്ട്. ഞാനുണ്ട്, ശ്രീമതി ടീച്ചറുണ്ട്, സതീദേവിയുണ്ട്, സുജാതയുണ്ട്. ഞങ്ങളെല്ലാം കൂടിയാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഒന്നിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലെത്തുകയാണ്. എന്നാൽ ഇത് മതിയോ ചോദിച്ചാൽ പോരാ. കൂടുതൽ സ്ത്രീകളെ ഉപരി കമ്മിറ്റികളിലും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലും കൊണ്ടുവരണം എന്ന് തന്നെയാണ് പാർട്ടി ആലോചിക്കുന്നത്. പിന്നെ ടീച്ചർ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായിരിക്കുന്ന മുഖമാണ്. അപ്പോൾ ഇവിടെ നിന്ന് മാറി ദേശീയ തലത്തിലേക്ക് മാറുമ്പോൾ ഏത് രൂപത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയം പറയുക? ഇവിടെ ഇത്രയും സജീവമായൊരു മുഖത്തെ ദേശീയ തലത്തിലേക്ക് അയക്കുന്നത് ഇവിടെ ഒരു നഷ്ടമാണല്ലോ. അവരെങ്ങനെയാണ്? ഇവിടെ ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. കാരണം ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അപ്പോൾ എന്നോട് എൻ്റെ പാർട്ടി പറയുന്നത് കുറച്ചുകൂടി ആ രീതിയിൽ ഇപ്പോൾ MP ആകുന്നതോടുകൂടി എനിക്ക് ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പോയി പ്രവർത്തിക്കാനുള്ള സാധ്യത ഇപ്പോൾ പോകുന്നുണ്ട്. അത് കുറച്ചും കൂടി കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് പാർട്ടി നിശ്ചയിച്ചിട്ട് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഞാൻ പാർട്ടി സെൻട്രൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതും അതിനകത്തുണ്ട്. അതുകൊണ്ട് എന്നെ എവിടെയും ഓടിക്കാനല്ല, എന്നെ കൂടുതൽ പാർട്ടി രംഗത്ത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ അംഗമാവുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് അതും കൂടി എനിക്ക് കൂടുതൽ സൗകര്യപ്രദമായിട്ട് മാറുകയാണ് ചെയ്യുക. നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട മുഖങ്ങൾ ദേശീയ തലത്തിലേക്ക് പോകേണ്ട അത്യാവശ്യമാണ്. കാരണം പാർലമെൻറ്റിൽ അങ്ങനെ സംസാരിക്കുന്ന ആളുകൾ എത്തേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്, അതിനകത്ത് സംശയമില്ല.
പക്ഷേ ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തല്ല എങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരാളായിട്ടാണ് ടീച്ചറെ ജനം കാണുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ നടത്തിയ സർവേയിലൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ടീച്ചറോട്, ഏറ്റവും അധികം ആളുകൾ, അതായത് UDF സ്വാധീനമുള്ള മേഖലകളിൽ പോലും ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സർവേ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. മുൻകാല സർവേകളിലായാലും ഒരു വനിതാ മുഖത്തെ ആരും അങ്ങനെ മുന്നോട്ട് വെച്ചതായി കാണുന്നില്ല. അപ്പോൾ ആ തരത്തിൽ ഒരു സ്വാധീനം കേരളത്തിൽ ചെലുത്താൻ ഒരു വനിതാ നേതാവ് നിലയ്ക്ക് ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. അത് വെറുതെ ഒരു വനിതാ നേതാവ് എന്നുള്ളതുകൊണ്ടല്ല, പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ടാണ്. മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രായോഗികമായി കാണിച്ചു തന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനെ എങ്ങനെ കാണുന്നു ടീച്ചർ? അല്ല, അത്തരമൊരു സ്നേഹം ജനങ്ങൾ എന്നോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സർവേ എങ്ങനെ എടുത്തതെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ വലിയ സാമ്പിളാണ് എല്ലാ മേഖലകളിലും ആണെങ്കിൽ അവരെല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വടകരക്കാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇന്ത്യൻ പാർലമെന്റിൽ വടകരയ്ക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിനാകെ വേണ്ടി സംസാരിക്കാനല്ലേ പോകുന്നത്, അവിടെ പ്രവർത്തിക്കാനല്ലേ പോകുന്നത്. ഒരു പാർലമെൻറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ എനിക്ക് കേരളത്തിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും, അതുപോലെ അഖിലേന്ത്യാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയത്തിലും ഇടപെടാൻ സാധിക്കുമല്ലോ. അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിച്ച എല്ലാ സഹോദരങ്ങളും എനിക്കൊരു വോട്ട്, അവരുടെ സ്നേഹം ഒരു വോട്ടായിട്ട് തന്നാൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഞാൻ അവർക്കെല്ലാം വേണ്ടി സംസാരിക്കുമെന്നുള്ളതാണ്. അത് ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എതിരാളിയായി ഇപ്പോൾ ഷാഫി പറമ്പിൽ പേര് ഉറപ്പിച്ചു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വലിയ സ്വീകരണം, ആളുകളുടെ വലിയ പിന്തുണയുണ്ടെന്ന് തോന്നിക്കുന്നത് വലിയ ജനക്കൂട്ടമായിരുന്നു. അവരുടെ പാർട്ടി പ്രവർത്തകർ തന്നെ ആയിരിക്കാം. അപ്പോൾ അതൊരു വലിയ മാറ്റമാണെന്ന് ടീച്ചർക്ക് വോട്ട് ചെയ്യാൻ പറയണേ. വീട്ടിൽ പോയിട്ട് പറയുമോ? എന്നാ പറയാ? ആർക്ക്? ഓ, നല്ല മക്കൾ കേട്ടോ. നന്നായിരിക്കട്ടെ. ശരി ശരി. സാനിയോ ഷാഫി പറമ്പിൽ വലിയ സ്വീകരണവും വലിയ പിന്തുണയും ഉണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിൽ വലിയ ആൾക്കൂട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ആ തരത്തിൽ TP വിഷയത്തിൽ ഊന്നിക്കൊണ്ട് വലിയൊരു സ്വാധീനം അവർക്ക് ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് UDF-ന്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, അതിന് തൊട്ട് മുമ്പാണല്ലോ അതിനേക്കാൾ വലിയൊരു ജനക്കൂട്ടം ഞാൻ ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വന്നു ചേർന്നിരുന്നത്. അതിനേക്കാൾ വലിയ ആളുകൾ ഉണ്ടായിരുന്നു. ഷാഫി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടിപ്പിച്ചാൽ ആർക്കും കുറേ ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും. തരക്കേടില്ലാത്ത ആൾക്കൂട്ടം ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു. അത് സംഘടിപ്പിച്ച് കൊണ്ടുവരുന്നതാണല്ലോ. അതിനേക്കാൾ വലിയ ജനക്കൂട്ടം ഞാൻ വരുമ്പോൾ വന്നു ചേർന്നിരുന്നു. അപ്പോൾ ആ ആൾക്കൂട്ടത്തിൻ്റെ അങ്ങനെയുള്ള ഇതല്ല. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളടക്കം ധാരാളം പേര്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവം എന്നോട് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല. അതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളാകെ വിറങ്ങലിച്ച് പേടിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചു. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. വിശ്രമമില്ലാത്ത ജോലിയായിരുന്നു. ഞാൻ മാത്രമല്ല, അതൊരു വലിയ ടീം വർക്കാണ്. ആ ടീമിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലെ അത് പ്രായഭേദമന്യേ ചെറുപ്പക്കാരും സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ട് എപ്പോഴും ഞാൻ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അസംബ്ലിയിൽ മന്ത്രിയായപ്പോഴും MLA ആയപ്പോഴൊക്കെ സംസാരിക്കാറ്. അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സ്ത്രീകൾ എന്നെ കാണുമ്പോൾ ചിലപ്പോൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയാറുണ്ട്. ആ കൂട്ടത്തിൽ സ്ത്രീകളും അതുപോലെ തന്നെ എൻ്റെ മക്കളെ പോലെ ഞാൻ കാണുന്ന, അല്ലെങ്കിൽ എന്നെ അവരുടെ അമ്മയായോ സഹോദരിയായോ ഒക്കെ കാണുന്ന ഇന്നത്തെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ. അത് എനിക്ക് ഞാൻ തന്നെ അങ്ങനെ പറയുന്ന ഒരു ഇതല്ലെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി പലപ്പോഴും വിളിക്കാറും, ഞങ്ങൾ നിങ്ങളുടെ പാർട്ടിയല്ല, പക്ഷേ എന്നാലും ടീച്ചർ നടത്തിയിട്ടുള്ള ക്രൈസിസ് മാനേജ്മെൻറ്റ് എന്നെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ടെക്നോക്രാറ്റുകൾ, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ ഡിസ്കഷനൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ എറണാകുളത്തൊരു ഡിസ്കഷന് പോയിരുന്നു. അപ്പോൾ അവരാരും CPM ഒന്നും അല്ല. അതിൽ CPM-ൻ്റെ ആളുകൾ ഒന്നോ രണ്ടോ ഉണ്ടാവാം. അവർ പറയുന്നത്, ഞങ്ങൾ ടീച്ചറിനെ വിളിച്ചത് എങ്ങനെയാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ്, നിപ്പ, കോവിഡ് ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, അതെങ്ങനെയാണ് എന്നുള്ളത് അവർ ചോദിക്കാറുണ്ട്. അതൊരു നല്ല ഡിസ്കഷൻ നടത്താറുണ്ട്, ഒരു ഡിബേറ്റ്. എനിക്കും ഇഷ്ടമാണ് ചെറുപ്പക്കാരുടെ ആ ഡിബേറ്റിന് പോകാൻ. അതൊരു അത്ഭുതമൊന്നുമല്ല. ഒരു വിഷമം വന്നപ്പോൾ അതിനെ നേരിടാൻ നല്ലൊരു ടീം ഉണ്ടാക്കുക, റിസോഴ്സ്ഫുള്ളായിട്ടുള്ള ആളുകളുടെ സഹായം തേടുക, എല്ലാവരുടെ ബ്രെയിനും ചേർന്നുകൊണ്ട് ഒരു പരിഹാര മാർഗം കണ്ടെത്തുക. അതിൻ്റെ ഒരു അല സമൂഹത്തിൽ ഉണ്ട്. അത് അവർ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.
ടീച്ചർ അത് പറയുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പം ടീച്ചർക്ക് മാത്രമല്ല ഈ രാഷ്ട്രീയത്തിലെ വനിതാ നേതാക്കൾക്കൊക്കെ വരുന്നൊരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ള ലൈംഗിക പീഡന ആരോപണങ്ങൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെ വരിക, അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്നുള്ള ആരോപണം വരിക. ഇത്തരം ഘട്ടങ്ങളിൽ അവരവൻ്റെ പാർട്ടിയിലെ നേതാവാണെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ചുമതല കൂടി നിങ്ങളുടെ തലയിൽ വന്നു വീഴും. പലപ്പോഴും പ്രതികരിക്കാതെ മാറി നിൽക്കണം എന്ന് ആഗ്രഹിച്ചാലും പറ്റില്ല, നിങ്ങളുടെ പ്രതികരണം എടുക്കും എന്ന രൂപത്തിൽ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ വരികയും ചെയ്യും. അപ്പം നിങ്ങൾ നിർബന്ധിതരാകും. അപ്പം നിർബന്ധിതരാകുമ്പോൾ നിങ്ങൾ എന്താ പറയുക, അവരെ അനുകൂലിച്ച് പറയേണ്ടി വരും. അതൊരു വല്ലാത്ത പ്രതിസന്ധിയില്ല. അത് വനിതാ നേതാക്കൾക്ക് മാത്രമുള്ള പ്രതിസന്ധി, രാഷ്ട്രീയ പാർട്ടി എന്നില്ല. ഇതുവരെ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. പാർട്ടി കോടതി തീരുമാനിക്കുന്ന പറഞ്ഞ ചില കാര്യങ്ങൾ അതെ, ജോസഫൈൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിപ്പിച്ച വ്യാഖ്യാനം. പാർട്ടി കോടതിയും ജോസഫൈൻ ഉദ്ദേശിച്ചെന്താ, നാട്ടുമ്പുറത്ത് ഞങ്ങളുടെ പാർട്ടി ബ്രാഞ്ചുകൾ, ആ ബ്രാഞ്ചുകൾ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ്. നിങ്ങൾ നോക്ക്, ചെറിയ ചില അതിർത്തി തർക്കങ്ങൾ, ചിലപ്പോൾ ഞാൻ തന്നെ ഈ ഒരുപാട് ഡിവോഴ്സ് ആയി വരാൻ സാധ്യതയുള്ള കേസുകളെ രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്. ഒരു വലിയ ബുക്ക് എഴുതാൻ മാത്രം അനുഭവങ്ങളുണ്ട്. അവർ കോടതിയിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ ഫീസും കൊടുത്ത് അവസാനം തെറ്റി പിരിഞ്ഞു പോകുമായിരുന്ന, നിസ്സാര പ്രശ്നത്തിന് വഴക്കടിച്ചിരുന്ന അല്ലെങ്കിൽ വേറിടാൻ ആഗ്രഹിച്ചിരുന്ന കുടുംബങ്ങളെ യോജിപ്പിച്ച് അവരിപ്പം വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്നത് കാണുമ്പോൾ അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങൾ ഇപ്പം ചെറിയ നിസ്സാരമായിട്ടുള്ള ഒരു അതിർത്തി തർക്കം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി അടുത്താണ് വരുന്നത്, അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറിയുടെ അടുത്താണ് വരുന്നത്. രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തി ഏതാണോ ശരി ആ നീതിയുടെ ഭാഗത്ത് പാർട്ടി കമ്മിറ്റി നിൽക്കുന്നു. രണ്ടുപേരും അത് സഹകരിച്ചാൽ ആ പ്രശ്നം അവിടെ തീരുന്നു. അതുകൊണ്ടാണ് കോടതിയിൽ അനാവശ്യമായിട്ട് പോകുമായിരുന്ന ഒട്ടേറെ കേസുകൾ ചിലപ്പോൾ ഞങ്ങളുടെ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കപ്പെട്ട് സമൂഹത്തിലൊരു സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നു. ആ അർത്ഥത്തിലാണ് ജോസഫൈൻ പറഞ്ഞത്. പക്ഷേ ജോസഫൈൻ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ അങ്കമാലിക്കാരുടെ നല്ല നാടൻ ഭാഷയാണ്, അത് നല്ല ഭാഷയാണ്. പക്ഷേ ആ പറയുമ്പം ചിലരെങ്കിലും വിചാരിക്കും പാർട്ടി കോടതിയായോ, പാർട്ടി ജുഡീഷ്യൽ പവറുള്ള കോടതിയാണെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ജോസഫൈനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൊതുവെ പാർട്ടി നേതാക്കൾ അത് പാർട്ടി പരിശോധിക്കും, പാർട്ടി കണ്ടുപിടിക്കും എന്ന് പല വിഷയങ്ങളിലും. പാർട്ടിക്കകത്തൊരു പരിശോധന നടക്കും എന്തായാലും. ഞങ്ങളുടെ ഒരു പാർട്ടിക്കകത്ത് സ്ഥിരമായിട്ട് കറക്ഷൻ ഒരു സ്ഥാനമുണ്ട്. അത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുന്നതോ ഒരു സമ്മേളനം വരുമ്പോൾ ചെയ്യുന്നതല്ല, നിരന്തരമായിട്ടുള്ള ഇടപെടലാണ്. മദ്യപാനം സമൂഹത്തിൽ വളർന്നു വരുന്നത്. എന്നാൽ പാർട്ടി കമ്മിറ്റിക്കകത്ത് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കും. അപ്പം തന്നെ അയാളെ പുറത്താക്കലല്ല, അയാളെ കറക്റ്റ് ചെയ്തിട്ട് ഉത്തമനായിട്ട് എങ്ങനെ മാറ്റാൻ പറ്റും. ഈ കറക്ഷൻ്റെ ഭാഗം തന്നെയാണ് സ്ത്രീകളുടെ പെരുമാറ്റം, ഇതെല്ലാം. അല്ലാതെ എന്നാൽ തെറ്റായിട്ടുള്ള ഒരു ആരോപണം ഒരാൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ വിധി എഴുതാൻ പറ്റില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് പാർട്ടിക്കകത്ത് നിരന്തരമായി നടക്കുന്ന കാര്യമാണ്. ഈ പാർട്ടിക്കകത്ത് അല്ലാതെ വേറെ എവിടെയാണ് ഇങ്ങനെ ചർച്ച ചെയ്ത് കറക്ഷനിലേക്കൊക്കെ പോകുന്നതുള്ളത്? അവനവൻ്റെ കാര്യം അവനവനെന്നുള്ള നിലയിൽ അത് കാണുക എന്നുള്ളതല്ലാതെ അതൊരു സമൂഹത്തിൻ്റെ കാര്യമാണ് എന്നുള്ളത് കാണുന്നത് ഇടതുപക്ഷ പാർട്ടി മാത്രമല്ലേ. ഹമാസുമായി ബന്ധപ്പെട്ട് ടീച്ചർ നടത്തിയ പ്രസ്താവന അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ എതിർപ്പുണ്ടാക്കിയെന്നും അത് പാർട്ടി നിലപാടല്ല എന്ന പാർട്ടിയിലെ മറ്റു നേതാക്കൾക്ക് പറയേണ്ടിയൊക്കെ വന്നിട്ട് ഇവിടെ ഇപ്പോൾ ന്യൂനപക്ഷത്തിന് കുറേ സ്വാധീന മേഖലകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു പ്രചാരണ വിഷയമാക്കും അപ്പുറത്ത് അത് തോന്നുന്നുണ്ടോ, അത് ബാധിക്കുമോ? ഇല്ല, ഒരു തരത്തിലും. ഞാൻ ആ പോസ്റ്റ് മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ പകല് പോലെ വ്യക്തമാണ് ഞാൻ എന്താ പറഞ്ഞതെന്ന്. ഇടതുപക്ഷ പ്രസ്ഥാനം പലസ്തീൻ എന്ന് പറയുന്ന ജനതയോട്, പലസ്തീൻ രാജ്യത്തെ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോഴായിട്ടുള്ളതല്ല, 1948 മുതൽ ആ മനുഷ്യർക്ക് അവകാശപ്പെട്ട ഭൂമി അവർക്ക് ലഭ്യമായില്ല. അത് അവരുടെ അവകാശമാണ്. ഇസ്രയേൽ അവർക്ക് നേരെ നടത്തുന്നത് കടുത്ത ആക്രമണമാണ്, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് ഫെബ്രുവരി 7 മറ്റോ ഒരു ആക്രമണം പലസ്തീൻ്റെ മേഖലയിൽ സിവിലിയന്മാർക്കെതിരെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിരുന്നു. ആ ആക്രമണം സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടത്തിയത് ശരിയായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അത് പിന്നീട് ഫേക്ക് ന്യൂസാണെന്ന് പറഞ്ഞിട്ട് വേറൊരു വാർത്തയും വന്നിരുന്നു, എനിക്കറിയില്ല. ആ പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് 1948 മുതൽ പലസ്തീൻ ജനത അനുഭവിക്കുന്നത് ഈ ഒരു വിഷയമാണ്. അത് ഇരുഭാഗത്തും ഉണ്ടാകരുത്, ആർക്ക് നേരെ ഉണ്ടാവരുത്. സ്ത്രീകളും കുട്ടികളും അടങ്ങിയ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം ഉണ്ടാവരുത് എന്നുള്ള അർത്ഥത്തിലാണ്. അതൊന്നും ഒരാളും തെറ്റിദ്ധരിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, അത് എല്ലാവർക്കും അറിയാം. അത് ഞാനിപ്പോൾ ഒരു മതത്തിൻ്റെ പേരിലൊന്നും പറയുന്നില്ല, ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. ഏറ്റവും ശരിയായിട്ടുള്ളൊരു സ്റ്റാൻഡ് സ്വീകരിച്ചതാണ്. നമ്മളെപ്പോഴും ആ കഷ്ടപ്പെടുന്ന പലസ്തീൻ ജനത അവർക്ക് അവരുടെ രാജ്യം അവർക്ക് ലഭ്യമാകണം എന്ന്
ഉറപ്പിച്ച് പറയുന്നതാണ്. അതിലൊന്നും ആർക്കും സംശയമൊന്നും വരാം. ഇനി അത് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് രക്ഷപ്പെടാമെന്നൊന്നും ആരും വിചാരിക്കില്ല. ഇപ്പോൾ പാലക്കാട് നിന്ന് ഷാഫി വടകരയിലേക്ക് വന്നപ്പോൾ അവിടെ പാലക്കാടുകാർ കരയുകയായിരുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അപ്പോൾ മട്ടന്നൂരിലുള്ള ടീച്ചറെ സ്നേഹിക്കുന്ന ടീച്ചറെ ജയിപ്പിച്ചു വിട്ടവർ എന്ത് ചെയ്യും? മട്ടന്നൂരിലുള്ള ഞാൻ ഇങ്ങനെ എല്ലാവരെയും കൂട്ടി നിന്ന് കരഞ്ഞ് ഫോട്ടോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. പക്ഷേ എൻ്റെ മട്ടന്നൂരിലെ ജനത അവർ ഒരുപാട് ആളുകൾ പോസ്റ്റ് ഇടുന്നുണ്ട്, ഞങ്ങൾ ടീച്ചറെ വടകരക്ക് തരുന്നത് ജയിപ്പിക്കാനാണ് കേട്ടോ. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഇപ്പം ഇവിടുത്തെ ജനത മട്ടന്നൂർ തന്നെയല്ലേ എനിക്കിതും. ഞങ്ങളെ സംബന്ധിച്ചിട്ട് മട്ടന്നൂരൊന്ന് വേറെ ഇവിടെ ഒന്ന് വേറെ ഇല്ല. ഞങ്ങൾ എവിടെയാണോ കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത് ആ നാട്ടിലെ ഏത് സ്ഥാനത്താണോ ആ നാട്ടിലെ ജനങ്ങളെയും കൂട്ടിയിട്ടാണ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ മട്ടന്നൂരുകാരി ഇത് വേറെ വടകരക്കാർ അങ്ങനെയൊന്നും പറയാൻ ഞങ്ങളെ സംബന്ധിച്ച് സാധിക്കില്ല. എന്നാലും ഞാൻ മട്ടന്നൂർ MLA ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടീച്ചറെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. പക്ഷേ അതെല്ലാം എടുത്തിട്ട് മീഡിയനെ കാണിച്ചുകൊണ്ട് എന്നെ കാണാഞ്ഞിട്ട് അവർ കരയുന്നു എന്നെല്ലാം പറഞ്ഞിട്ടൊരു വികാരം ഉണ്ടാക്കാൻ അതൊരു കനകോലു സിദ്ധാന്തമാണ്. അതിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് മട്ടന്നൂരെ ജനങ്ങൾ എങ്ങനെയാണോ അതേപോലെയാണ് വടകര നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് എനിക്ക് സ്ഥലം മാറിപ്പോയി എന്നുള്ള ഒരു വല്ലാത്ത ബേജാറും കരച്ചിലും ഒന്നും ടീച്ചർ ഒന്ന് പ്രവചിക്കും ഇവിടുത്തെ ഭൂരിപക്ഷം. അത് ഈ നിൽക്കുന്ന ജനങ്ങളെല്ലാം കൂടി പറയേണ്ടതാണ്. പക്ഷേ ഞാൻ ഇത്ര നമ്പറൊന്നും പറയുന്നില്ല. നല്ല ഭൂരിപക്ഷത്തിൽ, കേട്ടില്ലേ, വലിയ ഭൂരിപക്ഷത്തിൽ വടകര മണ്ഡലത്തിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുമെന്നുള്ളത് ഉറപ്പാണ്. വലിയ ദൗത്യമാണ്. നഷ്ടപ്പെട്ടു പോയ വടകര തിരിച്ചു പിടിക്കാൻ ടീച്ചറെയാണ് ഏൽപ്പിച്ചിരിക്കുന്ന പാർട്ടി. അതെ 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 ശരി. വക്കീലാണ്. അതെ അതെ കെ ബാലമാഷ വീട്. ബാലമാഷ അനിയനാണ്. അതെ അതെ ഇതും ഒരു അനിയനാണ്. അപ്പോൾ രാവിലെ നമ്മളെ സ്മൃതി വന്നതുകൊണ്ട് പിന്നെ ഇവരുടെ സമയം ലേശം മാറിയിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് ഇതും വേണ്ടേ ജനങ്ങളോട് പറയാൻ. എല്ലാവരും കാണണ്ടേ? അതെ അതെ. CPM-നെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറ്റവും സുപ്രധാനമായ മണ്ഡലങ്ങളിലൊന്നാണ് വടകര. വടകര KK ശൈലജ എന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥിയിലൂടെ തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് CPM. ആ ദൗത്യമാണ് KK ശൈലജയിൽ പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വോട്ടിലെ പെൺവീറ് ഇവിടെ അവസാനിക്കുകയാണ് ഈ മണ്ഡലത്തിൽ. ഇനി മറ്റൊരു മണ്ഡലത്തിൽ മറ്റൊരു വനിതാ പോരാളിയുമായി.